പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആഗോള ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴാഴ്ച ആചരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കപ്പെടുന്ന ദിവസമാണ്. ഈശോ സിഹിയോൻ ഊട്ടിശാലയിൽ തൻ്റെ അരുമ ശിഷ്യരോടൊന്നിച്ച് അന്ത്യ അത്താഴത്തിനിരുന്ന് അത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ പരമമായിട്ടുള്ള ദിവ്യരഹസ്യത്തിൻ്റെ അനുസ്മരണം ലോകമെമ്പാടും നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. ഈ വർഷത്തെ പ്രത്യേകത ഏറെ ദുഃഖത്തോടും അതിലേറെ വേദനയോടും കൂടിയാണ് ഈ അനുസ്മരണ തിരുക്കർമ്മങ്ങൾ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളിലും ദേവാലയങ്ങളിൽ ആചരിക്കപ്പെടുന്നത്. കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം ദേവാലയങ്ങളിൽ ജനപങ്കാളിത്തത്തോടുകൂടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന തിരുനാൾ ആചരിക്കാനായിട്ട് സാധിക്കാത്ത ഒരന്തരീക്ഷമാണ് ഉള്ളത്. എന്നിരുന്നാലും ഭവനങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുകയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്രകാരം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന സകലർക്കും ഈ ദിനത്തിൻ്റെ ദൈവാനുഗ്രഹവും കൃപയും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിൻ്റെ വ്യാപനം നിയന്ത്രിക്കപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. COVID-19 രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിൻ്റെ ശക്തി നിർവീര്യമാക്കപ്പെടുവാൻ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് ഈ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രോഗബാധിതർക്ക് ചികിത്സ നൽകുകയും അത്യാവശ്യ സർവീസുകളിൽ മുഴുകി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ സേവന സംഘാംഗങ്ങൾക്കും ആവശ്യ സർവീസുകൾ നടത്തുന്നവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക കരുതലും സ്നേഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ പ്രത്യേകം ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അവർക്കുണ്ടാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പെസഹ വ്യാഴം വൈവിധ്യമാർന്ന പ്രാധാന്യങ്ങളോടുകൂടിയാണ് നാം ആചരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന തിരുനാൾ ദിനമാണ്. ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃക നൽകി ശിഷ്യരുടെ പാദങ്ങൾ കഴുകി
ചുംബിച്ച ദിവസമാണ്. സ്നേഹത്തിന്റെ കൽപ്പന ലോകത്തിന് കൈമാറിയ ദിവസമാണ്. വൈവിധ്യങ്ങളായിട്ടുള്ള പ്രാധാന്യങ്ങളോടുകൂടെ ഇന്നേ ദിവസം ആചരിക്കുമ്പോൾ നമ്മുടെ ചിന്തകള് വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയാണ് സഭയെ പണിതുയർത്തുന്നത്. വിശുദ്ധ കുർബാനയില്ലാതെ സഭയില്ല, സഭയില്ലാതെ വിശുദ്ധ കുർബാനയുമില്ല. അത്രയേറെ പരസ്പരം ബന്ധിതമാണ്. വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തില് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് ജീവൻ സംഭരിക്കുന്നത്. ഇത് പറയുന്നത് വത്തിക്കാൻ കൗൺസിലില് ആരാധനക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സാക്രോ സാന്തും കൊൺസീലിയം എന്നുള്ള പ്രമാണരേഖയിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന പ്രമാണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ പറയുന്നു, സഭയുടെ ഉറവിടവും ഉച്ചിയുമാണ് വിശുദ്ധ കുർബാന. ക്രൈസ്തവ ആരാധനയിലെ ഏറ്റവും പരമമായിട്ടുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന. ഈശോ തന്റെ സ്വർഗാരോപണത്തിന് മുമ്പ് ശിഷ്യരെ വിളിച്ച് ലോകമെങ്ങും പോയി അവിടുത്തെ സുവിശേഷം അറിയിക്കുവാനുള്ള കൽപ്പന നൽകിയപ്പോൾ അവിടുന്ന് വ്യക്തമായിട്ട് വാക്കുകൊടുത്തു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ വാഗ്ദാനത്തിന്റെ അനുസ്യൂതമായിട്ടുള്ള സാക്ഷാത്കാരം സഭ ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ സന്തോഷപൂർവം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആരാധനക്രമത്തില്, ദൈവാരാധനയില് ഏറ്റവും പരമമായിട്ടുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്? വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തില് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. പരിശുദ്ധ കുർബാനയില് അടങ്ങിയിരിക്കുന്നത് സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനുമായിട്ടുള്ള ക്രിസ്തു തന്നെയാണ്. പരിശുദ്ധ കുർബാന അത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു വിശുദ്ധ അപ്പത്തില് സന്നിഹിതനായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തില് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജീവന്റെ അപ്പത്തെക്കുറിച്ച് മനോഹരമായിട്ട് ഈശോ നൽകുന്ന പാഠമുണ്ട്. അതില് 55-56 വാക്യങ്ങളില് ഈശോ പറയുന്നതാണ്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോയെ സ്വീകരിക്കുന്നവൻ
അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവനിൽ ഈശോ വസിക്കുന്നു, ഈശോയിൽ അവനും വസിക്കുന്നു. ആയതിനാൽ നമ്മുടെ ദൃഷ്ടികള് അൾത്താരയിലെ കൂദാശി സന്നിഹിതനായിരിക്കുന്ന നാഥനിലേക്ക് എപ്പോഴും തിരിഞ്ഞിരിക്കണം. നമ്മുടെ ദൃഷ്ടികള് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസ്സത്ത തന്നെ ലഭിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറയുന്ന ഒരു ദർശനമുണ്ട്. അൾത്താര നമ്മുടെ അത്താണിയാണ്, വിശുദ്ധ കുർബാന നമ്മുടെ ശക്തി കേന്ദ്രമാണ്. ഈ ബോധ്യത്തോടു കൂടിയായിരിക്കണം ഒരു ക്രൈസ്തവൻ തൻ്റെ ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നർത്ഥം. മത്തായിയുടെ സുവിശേഷത്തില് മലയിലെ പ്രസംഗത്തില് 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, മറിച്ച് പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടക്കുന്നത് യഹൂദരുടെ പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഭൗതികമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ള അനുഷ്ഠാനമായിട്ടാണ് അതവര് ആചരിച്ചത്. അതോടൊപ്പം തന്നെ ആദ്യത്തെ പെസഹ ദൈവം നിശ്ചയിച്ച തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിച്ച് കൊണ്ടുപോകുന്ന യാത്രയ്ക്കുള്ള തൃപ്പാദേയം അഥവാ കരുത്ത് ലഭിക്കുന്നതിനുള്ള ഭക്ഷണമായിരുന്നു. ഈ രണ്ട് പശ്ചാത്തലമാണ് ഏറ്റവും ആദ്യത്തെ പെസഹ ആചരണം. കൊല ചെയ്യപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തം വീടിന്റെ കട്ടിളക്കാലിലും മേൽപ്പടിയിലും പുരട്ടുവാനായിട്ട് ആവശ്യപ്പെട്ടു. സംഹാരദൂതൻ ഈജിപ്തിലെ ഭവനങ്ങളിലേക്ക് ചെന്ന് കടിഞ്ഞൂൽ പുത്രന്മാരെ സംഹരിക്കുമ്പോൾ ഇസ്രായേൽ കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിക്കുവാനുള്ള അടയാളമായിരുന്നു ഈ പെസഹായ്ക്ക് കൊന്ന ആട്ടിൻകുട്ടിയുടെ രക്തം അവരുടെ കട്ടിളപ്പടിയിലും അതോടൊപ്പം തന്നെ മേൽപ്പടിയിലും പുരട്ടുന്നത്. കൂടാതെ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പെസഹ ഭക്ഷണം കഴിക്കുമ്പോൾ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരിക്കണം കഴിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പ് ധരിച്ച് വടി കയ്യിലേന്തി തിടുക്കത്തിലായിരിക്കണം പെസഹ ഭക്ഷണം കഴിക്കേണ്ടത്. കാരണം അവർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ദൈവം കാണിച്ചു തരുന്ന കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയ്ക്കുള്ള കരുത്തും ശക്തിയും ആണ് ഈ ഭക്ഷണത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ രണ്ട്, ഒരു വിമോചനവും ഒരു ശക്തിയും. ഈ പശ്ചാത്തലത്തിലാണ് പിന്നീട് യഹൂദര് പെസഹ ആചരിച്ചിരുന്നത്. ഇസ്രായേൽ ജനം എല്ലാ വർഷവും നിസാം മാസം 14-ാം തീയതി പെസഹ കുഞ്ഞാടിനെ കൊല്ലും. തുടർന്ന് പെസഹ ഭക്ഷണം കഴിക്കും. അവർ പിന്നീടുള്ള വർഷങ്ങളിൽ പെസഹ ആചരിച്ചിരുന്നത് രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന്, ഈ ഇസ്രായേൽ ജനത്തിന്റെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് അനുസ്മരണം. രണ്ടാമത്തേത് അവരുടെ ഒരു വലിയ പ്രതീക്ഷയാണ്. വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട്
ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള രക്ഷകൻ കടന്നുവരും. ആ രക്ഷകനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം. ഈ രണ്ട് അർത്ഥവും ഓരോ വർഷത്തെയും പെസഹ ആചരണത്തിലുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ അർത്ഥത്തിന്റെ പൂർത്തീകരണമാണ് ഈശോ സഹീയോൻ ഊട്ടുശാലയില് അന്ത്യ അത്താഴ വേളയില് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നിർവഹിച്ചത്. പുതിയ നിയമത്തിലെ പെസഹ, അതായത് ഈശോയുടെ അന്ത്യ അത്താഴവും തുടർന്നുള്ള വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും മോചനമാണ്. അതോടൊപ്പം തന്നെ ഒരു തൃപ്പാതേയമാണ്. ശക്തി നൽകുന്ന, പോഷണം നൽകുന്ന ഭക്ഷണവുമാണ്. തിന്മയുടെ ശക്തികളിൽ നിന്ന് ആത്യന്തികമായിട്ടുള്ള മോചനം, ക്രൈസ്തവ ജീവിതത്തിന് കരുത്തു നൽകുന്ന ഭക്ഷണവും. തിന്മയുടെ ശക്തികളിൽ നിന്ന് ആത്യന്തികമായിട്ടുള്ളൊരു മോചനം ലഭിക്കുന്നു. അതോടൊപ്പം സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനമാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതം. ആ തീർത്ഥാടനത്തില് അവന് കരുത്ത് നൽകുന്ന ഭക്ഷണവുമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തില് 28-ാം വാക്യത്തില് ഈശോ കാസയെടുത്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടേതുമായിട്ടുള്ള എൻ്റെ രക്തമാണ്. പാപമോചനത്തിനായിട്ട് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടേതായിട്ടുള്ള, പുതിയ ഉടമ്പടിയുടേതായിട്ടുള്ള എൻ്റെ രക്തമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ തീർത്ഥയാത്രയില് പോഷണവും കൂടിയാണ് ഈ ഭക്ഷണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 53-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവൻ ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അവന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഈ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. കാരണം വിശുദ്ധ കുർബാനയർപ്പണം ഒരു ആത്മദാനത്തിന്റെ അനുസ്മരണമാണ്. മാർക്കോസിന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് 22 മുതൽ 26 വരെ വാക്യങ്ങളില് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിനോടുള്ള ശിക്ഷയുടെ പ്രതികരണത്തിന്റെ നടുവിലാണ് ഗുരുവിന്റെ ആത്മദാനത്തിന്റെ സംഭവം വിശദീകരിക്കുന്നത്. താൻ ഒറ്റിക്കൊടുക്കപ്പെടുന്ന രാത്രിയില് എല്ലാവരും ചിതറിക്കപ്പെടുമെന്നും അവരിൽ ഒരാൾ, മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദാസിന്റെ ഒറ്റലിന്റെയും പത്രോസിന്റെ ഗുരുനിഷേധത്തിന്റെയും നടുവിലാണ് ഈശോ തന്റെ അന്ത്യത്താഴ വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, പത്രോസിനോട് ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രി തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. പത്രോസ് ശക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ നിഷേധിക്കില്ല, നിന്നെ ഒരിക്കലും നിഷേധിച്ചു പറയില്ല. പക്ഷേ ഈശോ പറയുന്നു, നീ ഇന്ന് ഈ രാത്രി തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും.
യൂദാസിന്റെ ഒറ്റലിന്റെയും പത്രോസിന്റെ ഗുരുനിഷേധത്തിന്റെയും ശിഷ്യര് ചിതറിക്കപ്പെടുന്നതിന്റെയും നടുവിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഈശോ തന്റെ ശരീരരക്തങ്ങൾ പകുത്തു നൽകുന്നത് മനുഷ്യര് ഈശോയോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ ആവോളം സ്വീകരിച്ചതിന്റെ നിർവൃതിയിൽ നിന്നുകൊണ്ടല്ല. മനുഷ്യര് ഈശോയ്ക്ക് നൽകിയ സ്നേഹത്തിന്റെ ആവോളം നൽകിയ സ്നേഹത്തിന്റെ നിർവൃതിയിൽ നിന്നുകൊണ്ടല്ല ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. മറിച്ച് മനുഷ്യന്റെ കണ്ണിൽ ചോരയില്ലാത്ത സ്വാർത്ഥതയുടെയും നന്ദികേടിന്റെയും അസ്വസ്ഥതയുടെയും നീറ്റൽ അനുഭവിച്ചുകൊണ്ടാണ് തന്റെ അടിമ ശിഷ്യനായിട്ടുള്ള യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നു. താൻ സഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പത്രോസ് തന്നെ നിഷേധിക്കുന്നു. മറ്റു ശിഷ്യര് ചിതറിക്കപ്പെടുന്നു. ഈ അസ്വസ്ഥതയുടെയും ഈ നന്ദികേടിന്റെയും നീറ്റൽ അനുഭവിച്ചുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഒറ്റുകൊടുക്കുന്നവർക്കും ഒറ്റപ്പെടുത്തുന്നവർക്കും ഒക്കെ ഇടയിലുള്ള ഒരു സ്നേഹ സമർപ്പണമാണ് രക്ഷാകരമായിട്ടുള്ള ക്രൈസ്തവ ജീവിതം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റുകൊടുക്കുന്നവർക്കും ഒറ്റപ്പെടുത്തുന്നവർക്കും ഒക്കെ ഇടയിലുള്ള സ്നേഹ സമർപ്പണത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് കഴിയണമെന്നർത്ഥം. അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 32-33 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഇത് തന്നെ മത്തായിയുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്തു പ്രതിഫലമാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈശോ തുടർന്ന് പറയുന്നു, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്താല് എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? ശത്രുക്കളെ പോലും സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്ന യേശു, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നവൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ, വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നവൻ ഒരു ആത്മദാനത്തിന്റെ ജീവിതമായിരിക്കണം നയിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയുടെ ഭക്ഷണമാണ്. ഈശോ വിശുദ്ധ കുർബാന സമർപ്പിക്കുമ്പോൾ, ഈ ആത്മസമർപ്പണത്തിന്റെ വിരുന്ന് സ്ഥാപിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷത്തിലാണ്. സഹീവൻ ഊട്ടിശാല ഒരുക്കുവാനായിട്ട് ശിഷ്യരെ പരമേൽപ്പിക്കുന്നു. ഈശോ ശിഷ്യരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഐക്യത്തിന്റെ കൂദാശിയാണ് വിശുദ്ധ കുർബാന. കൊരിന്ത്യക്കാർക്കെഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പസ്തോലൻ വിശുദ്ധ കുർബാനയിലെ അന്നത്തെ ക്രൈസ്തവ സഭയില് നിലവിലിരിക്കുന്ന ആചരണത്തെ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലെ ഏറ്റവും പഴയ വിവരണമാണ് കൊരിന്ത്യക്കാർക്കെഴുതിയ ലേഖനത്തില് 11-ാം അധ്യായത്തില് കൊടുക്കുന്നത്. അവിടെ 17-ാം വാക്യത്തില് അപ്പസ്തോലൻ ആദിമ ക്രൈസ്തവ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയല്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങള് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. കാരണവും അപ്പസ്തോലൻ പറയുന്നുണ്ട്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അപരൻ കുടിച്ചും ഉന്മത്തനായും ഇരിക്കുന്നു. അപ്പസ്തോലൻ കൊരിന്ത്യയിലെ സഭയിലോട് ചോദിക്കുകയാണ്,
എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തെ നിങ്ങൾ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. ആദിമ ക്രൈസ്തവ സമൂഹത്തില് ഭിന്നത മനസ്സിലാക്കിയപ്പോൾ ശക്തമായിട്ടുള്ള ഭാഷയില് അപ്പസ്തോലൻ അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. ഈ വിവരണം കൊടുത്തിട്ടാണ് അപ്പസ്തോലൻ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളിച്ചെയ്തു, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടുകൂടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യണം. വിശുദ്ധ കുർബാന വിരുന്നില് പങ്കുചേരുന്നവര് സ്നേഹത്തില് ഐക്യപ്പെട്ടിട്ടായിരിക്കണം പരികർമ്മം ചെയ്യേണ്ടത്. വളരെ വ്യക്തമായിട്ട് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ്, അപ്രകാരമല്ലെങ്കിൽ ഭിന്നതയോടുകൂടിയാണ് അർപ്പിക്കുന്നതെങ്കിൽ, ശത്രുതയോടുകൂടിയാണ് അർപ്പിക്കുന്നതെങ്കിൽ, പാവങ്ങൾ പരിഗണിക്കാതെയാണ് അർപ്പിക്കുന്നതെങ്കിൽ ഈശോയെ കൊന്നവരോട് ചേർന്നവരായിട്ട് അവർ തീരുകയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 23-24 വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. മറ്റേതൊരു വിരുന്നു പോലെ കർത്താവിന്റെ അത്താഴത്തില് പങ്കുചേരരുത് എന്നർത്ഥം. മറിച്ച് വിശുദ്ധ കുർബാന കർത്താവിന്റെ മരണം എന്തെന്ന് അനുസ്മരിക്കാനും സമാശരീരത്തിലെ ഇതര അംഗങ്ങളെക്കുറിച്ച് കർത്താവിനുള്ളതുപോലെ പരിഗണന കാണിക്കാനും സാധിക്കണം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അവരുടെ പാദങ്ങളോളം താഴ്ന്ന് അവിടുന്ന് അവരുടെ പാദങ്ങൾ ചുംബിച്ചു. എന്നിട്ട് അവിടുന്ന് സൂചിപ്പിച്ചു, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഒരു മനുഷ്യൻ തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച അവിടുന്ന് ആ സ്നേഹം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ പെസഹ വ്യാഴം നാം ആചരിക്കുമ്പോൾ നമുക്കും ക്രിസ്തുവിന്റെ മനോഭാവം ഉൾക്കൊള്ളുന്നവരാകാം. സ്നേഹത്തില്, എളിമയില്, ആത്മദാനത്തില് സമ്പന്നരായിട്ട് നമുക്ക് വർത്തിക്കാനായിട്ട് സാധിക്കണം. കാൽക്കഴുകൽ തിരുക്കർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് അത് കുലീനതയുടെ, മഹത്വത്തിന്റെ, മഹിമയുടെ അടയാളമാണ്. താഴ്ന്നു കൊടുക്കുന്നതിന് കാരണം അത് കുലീനതയുടെ അടയാളമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ താഴ്ന്നു കൊടുക്കുന്നവരെ ദൈവം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കൊറോണ വൈറസിന്റെ
വ്യാപനത്തിന്റെ പശ്ചാത്തലത്തില് നാം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവിടെ വിശുദ്ധ കുർബാന നൽകുന്ന ശക്തി നമുക്ക് ഇതിനെ അതിജീവിക്കുവാൻ വേണ്ട കൃപ നൽകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.